എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടിയുടെ വാർത്ത വായിച്ചില്ലേ നിങ്ങൾ? എന്താ വാർത്ത? ഉമ്മ കിടന്നുറങ്ങുകയാണ്, വാപ്പ കിടന്നുറങ്ങുകയാണ്. ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ ആ ട്രെയിനിലിരുന്ന് വാട്സാപ്പ് വഴി, ഫേസ്ബുക്ക് വഴി ഒരു കുറിപ്പ് അദ്ദേഹത്തിന്റെ പേരും നമ്പറും കൊടുത്ത് ലോകത്തിന്റെ മുമ്പിലേക്ക് വിട്ടു. എന്താ വിടാനുള്ള കാരണം? ഒരു ബോഗിയിൽ ഏകദേശം 90% എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികളാണ്. അവരിങ്ങനെ അട്ടഹസിക്കുന്നു, ചിരിക്കുന്നു, പൊട്ടിച്ചിരിക്കുന്നു, കളിയാക്കുന്നു. ഒരുത്തൻ മാത്രം ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുന്നു. എന്താ? അവനോട് ഈ യാത്രക്കാരൻ ചോദിക്കുന്നു. എല്ലാവരും വലിയൊരു സ്റ്റേഷൻ എത്തിയപ്പോ പ്രിയപ്പെട്ടവരെ എല്ലാവരും ഇറങ്ങി വെള്ളമൊക്കെ കുടിക്കാൻ ഇറങ്ങിയപ്പോ അവനോട് ചോദിച്ചു, എന്താ നീ ഇങ്ങനെ മൂഡ് ഔട്ട് ആയിട്ടിരിക്കുന്നത്? എന്താ നിനക്ക് പറ്റിയത്? എല്ലാരും നിന്നെ കളിയാക്കുകയാണല്ലോ. അപ്പോ ആശ്ചര്യം തോന്നുന്ന, എന്നാൽ ഭയാനകമാണ്, ഖേദകരമാണ്, ദുഃഖകരമാണ്, നാടിന്റെ അവസ്ഥ വളരെ പ്രയാസമാണ് എന്ന് തോന്നുന്ന ഒരു കഥയാണ് ഈ കുട്ടിക്ക് പറയാനുണ്ടായിരുന്നത്, ചെറുപ്പക്കാരന് പറയാനുണ്ടായിരുന്നത്. അവൻ പഠിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജിന്റെ ആ 4-5 വീട് അപ്പുറമുള്ള ഒരു വീട്ടിൽ പ്രിയപ്പെട്ടവർ +2 പഠിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയുമായി ഇവൻ സ്നേഹത്തിലാണ്, പ്രേമത്തിലാണ്. ആ പെൺകുട്ടി ആ വീട്ടിലെ മൂത്ത കുട്ടിയാണ്. ശരിക്ക് കേൾക്കണേ. എന്നിട്ട് ആ കുട്ടിയും ഇവനും തമ്മിൽ പ്രേമചാബല്യത്തിലാണ്. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ചാറ്റിങ്ങിലാണ്. എന്നിട്ട് ചില ദിവസം അവൾ പറയും, ഉമ്മ ഉറങ്ങിയിട്ടുണ്ട്, വാപ്പ ഉറങ്ങിയിട്ടുണ്ട്, അനുജനും അനുജത്തിയും ഉറങ്ങിയിട്ടുണ്ട്, നിനക്ക് വേണ്ടി ഞാൻ കിച്ചണിലെ വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്. അങ്ങനെ അവൻ വരും, മതില് ചാടിക്കടന്ന് അവന്റെ കൂട്ടുകാരന്റെ ബൈക്കിൽ വരും, മതില് ചാടിക്കടന്ന് അവളുടെ റൂമിലെത്തും. ചില സമയങ്ങൾ അവിടെ ചെലവഴിച്ചുകൊണ്ട് കൂട്ടുകാരനെ വിളിക്കുമ്പോ കൂട്ടുകാരൻ വരും, മതില് ചാടി വീണ്ടും അവൻ കോളേജിന്റെ ഹോസ്റ്റലിലേക്ക് യാത്രയാവും. ഒരു ദിവസം അവൻ ആ റൂമിൽ ഉറങ്ങിപ്പോയി. ഇത് പറഞ്ഞിട്ട് ആ കൂട്ടുകാരൊക്കെ ട്രെയിനിൽ ഇരുന്നിട്ട് ഇവനെ കളിയാക്കുന്നത്. ആ വീട്ടിൽ ഉറങ്ങി. പ്രഭാതത്തിന്റെ സൂര്യകിരണങ്ങൾ അവന്റെ മുഖത്ത് വന്നടിക്കുമ്പോഴാണ് ഞെട്ടി ഉണരുന്നത്. രാത്രി ഒരുപാട് സമയം ഇവനും ഇവളും വർത്തമാനം പറഞ്ഞിരുന്ന് പ്രിയപ്പെട്ടവരെ ഉറങ്ങാതെ വൈകിയ വേളയിൽ ഉറങ്ങി. സൂര്യകിരണങ്ങൾ മുഖത്തടിക്കുമ്പോഴാണ് ഉണരുന്നത്. പേടിച്ചു വിറച്ച് എണീക്കുമ്പോ ഈ പെൺകുട്ടി പറയുന്നതാണ് ഈ കുറിപ്പിന് ആധാരം. എന്താ പറഞ്ഞെന്നറിയോ? എന്താ ഈ കുട്ടി പറഞ്ഞത് ഇവനോട്? ഭയപ്പെടണ്ട, പേടിക്കണ്ട, കൂട്ടുകാരനെ വിളിച്ചോ, മെല്ലെ പൊയ്ക്കോ. ഉമ്മ ഉണരുകയില്ല, വാപ്പ ഉണരുകയില്ല, അനുജനും അനുജത്തിയും ഉണരുകയില്ല. ഈ വരുമെന്ന് നിന്റെ മെസ്സേജ് കിട്ടിയപ്പോ ഞാനാണ് അവർക്ക് ഇന്നലെ രാത്രി ഭക്ഷണം വിളമ്പിക്കൊടുത്തത്. കറിയിൽ ഞാൻ ഉറക്കു ഗുളിക ചേർത്തിട്ടുണ്ട്, കെമിക്കൽ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് വളരെ വേഗത്തിൽ അവർ ഉണരുകയില്ല, സമയമെടുക്കും ഇന്നുണരാൻ. അല്ലെ, ഈ കാമുകന്റെ ഈ കിളിപ്പെടുത്തുന്ന വർത്തമാനങ്ങൾക്ക് വേണ്ടി നൊന്ത് പ്രസവിച്ച ഉമ്മയെ ഉറക്കു ഗുളിക കൊടുത്ത് കിടത്താൻ ഒരു +2 പഠിക്കുന്ന കുട്ടി തയ്യാറാവുന്ന ലോകത്ത്, അല്ലെ, കാമുകന്റെ ഈ കിളിപ്പെടുത്തുന്ന ഒരു നൈമിഷികമായ സുഖലോലുതക്ക് വേണ്ടി തന്റെ വാപ്പയെയും കൊച്ചനുജനെയും അനുജത്തിയെയും ഉറക്കുഗുളികയും കെമിക്കലും കൊടുത്ത് രാവിലെ കാലത്ത് 5 മണിക്കും 6 മണിക്കും ഉണരാതിരിക്കാൻ 7 മണിക്കും 8 മണിക്കും മാത്രമേ ഉണരാൻ പാടുള്ളൂ. അതിന്റെ കൃത്യമായ സയൻസ് പഠിച്ച് അതിന് പറ്റാവുന്ന തോതിൽ കെമിക്കൽ ചേർത്ത്, ഗുളിക ചേർത്ത് തന്റെ പ്രിയപ്പെട്ട പിതാവിനെ, തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ ഉറക്കി കിടത്തിയ ഒരു മോളുടെ കഥ കേട്ടപ്പോ ഇതൊന്ന് കുറിപ്പാക്കണമെന്ന് വിചാരിച്ച് അയാളുടെ പേരും നമ്പറും കൊടുത്ത് ട്രെയിനിൽ എനിക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞ് കുറിപ്പെടുത്തി ഫേസ്ബുക്കിലൂടെ ഇങ്ങനെ പറന്നു കളിച്ചു. അത് അല്ലേ, എവിടേക്കാണ് നമ്മുടെ നാടിന്റെ പോക്ക്? ഞാൻ പറഞ്ഞല്ലോ, ഖുർആൻ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ കലാം, മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവ് കൊണ്ട് ദീനിന്റെ കാര്യങ്ങൾ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ സമ്മതപ്രകാരം, അള്ളാഹുവിന്റെ വഹയി പ്രകാരം എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ? ദീനിന്റെ ഒരു കാര്യവും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഇഷ്ടപ്രകാരമോ പറഞ്ഞിട്ടില്ല. ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ വഹയി പ്രകാരമാണ്, സമ്മതപ്രകാരമാണ് ദീനിന്റെ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞത്. അത് ജാഹിലിയ സമൂഹത്തിന്റെ സ്ത്രീകളുടെ മനസ്സുകളിലേക്ക് കയറി ചെന്നപ്പോ അവര് പറഞ്ഞു, ഈ തണുപ്പുള്ള രാത്രി, ഈ കൂരിരുട്ടുള്ള രാത്രി, ആരും ഞങ്ങളെ കാണാനില്ലാത്ത രാത്രി, വിളിച്ചാൽ ഓടിയെത്തുന്ന യുവാക്കൾ ഉണ്ടായിട്ട് വിളിക്കാത്തത്, എല്ലാം കാണുന്ന ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ നീതിപൂർവമായ കോടതിയുണ്ടല്ലോ, കാരക്കുരുവിന്റെ മുകളിൽ കാണുന്ന പാടയുടെ അളവ് പോലും അനീതി കാണിക്കാത്ത നീതിനിഷ്ഠമായ കോടതിയിൽ ഞാൻ എന്ത് മറുപടി പറയുമെന്ന ബോധമാണ് ഞാൻ അതിന് ഒരിക്കലും തയ്യാറാകാത്തത് എന്ന് അവർ പാടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ബോധം പ്രിയപ്പെട്ടവരെ ഇന്നിന്റെ ആധുനിക ലോകത്തിലെ മക്കൾക്കും ഈ സമൂഹത്തിനും കൊടുക്കാൻ പറ്റും. അതിന് ഖുർആനാണ് നമ്മുടെ മുമ്പിലുള്ള പ്രമാണം.